വെൽക്കം ബാക്ക് ടു ഹൈറ്റെയിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മുടെ ബേസ് ബിൽഡ് ചെയ്യാനാണ്. പിറകിലൊരാളുണ്ടല്ലോ. പോട്ടെ, ഇന്നത്തേക്ക് പോട്ടെ എന്ന് നോക്കാം. നമുക്ക് എന്തായാലും ബേസിൻ്റെ പണി തുടങ്ങാം. ഇതിൻ്റെ റെഫറൻസ് ആയിട്ട് ഞാൻ തന്നെ ഒരു സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഈ ഡ്രോയിങ്ങിനെ കാണുന്നുള്ളൂ. നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്താവുന്നതാണ്. അപ്പോൾ ആദ്യം ലേ ഔട്ട് എന്ന രീതിയിൽ ബ്ലോക്സ് പ്ലേസ് ചെയ്യണം. ഏകദേശം ലേ ഔട്ട് ആയി കഴിയുമ്പോൾ നമുക്കതിനെ പില്ലറാക്കി മാറ്റാം. എത്ര ഹൈറ്റ് വേണമെന്നുള്ളത് മനസ്സിലാവും. ബേസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിയായ സ്ട്രക്ചറിൻ്റെ ആ ഒരു ബേസ് ഫോം റെഡി ആയി കിട്ടും. ബിൽഡിങ്ങിൻ്റെ ഏകദേശം ഒരു സൈസ് മനസ്സിലാവും ഇപ്പം തന്നെ. ഇനി ഇതിനും ബാക്കി ഡയമെൻഷൻ കൂടി ആഡ് ചെയ്യണം. ഇപ്പം നമ്മുടെ ബേസ് ഫ്രെയിം വർക്ക് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ബെഞ്ച് എടുത്തിട്ട് ബിൽഡിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുവരാം. നമുക്ക് വേണ്ടത് സ്റ്റെയർസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെയർസ് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് സ്റ്റെയർസ് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ചില സമയത്ത് ഇതിൻ്റെ ബ്ലോക്ക് പ്ലേസ്മെൻറ്റ് കുറച്ച് കഷ്ടമാണ്. നമ്മൾ സപ്പോർട്ടിങ് ബ്ലോക്കൊക്കെ വെക്കാതെ ചിലപ്പോൾ വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആദ്യത്തെ സ്റ്റെയർ കേസ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി സ്ട്രക്ചറും കൂടെ ഫില്ല് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് പ്ലാങ്ക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട്. ഈ ഹാർഡ് വുഡ് പ്ലാങ്ക്സ് തന്നെയാണ് ഞാൻ മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിൻ്റെ പണി കൂടെ തുടങ്ങി വെച്ചേക്കാം. ഇതിന് സെയിം ഹാർഡ് വുഡ് സ്റ്റെയർസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ സ്റ്റെയർസ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ സ്റ്റോൺ സ്ലാബ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ വേർട്ടിക്കൽ സ്ലാബ്സ് ഉള്ളത് വളരെ ഗുണമാണ്. ഒരു ചെറിയ ഡയമെൻഷൻ ചേഞ്ച് കൊണ്ടുവരാൻ ഭയങ്കര സുഖമാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് വളരെ കഷ്ടമാണ്. ചില സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടാവും ഇത് പ്ലേസ് ചെയ്യാൻ. ഇത് ഇവിടെ പ്ലേസ് ആവോ ഇല്ല. എൻ്റെ മോനെ ഇപ്പം എന്ത് ചെയ്യും? ബാക്കിലെ സൈഡ് നോക്കട്ടെ. ഇവിടെ ഓക്കെ, അവിടെ ഒരു സെക്കൻഡ് ഉണ്ട്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഇവിടെ ആയി. ഓക്കെ ആയി. നമുക്കിവിടെ ഒരു ജനൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്കുള്ള കോളംസ് കൂടെ പോക്കാം. കോളവും ബീമും ആയി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫ്ലോറിങ് കൂടി ചെയ്യണം. ഓക്കെ, ഏകദേശം സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ വൈറ്റ് സ്ലാബ്സ് വെച്ചിട്ടാണ് നമ്മുടെ വാൾ ഉണ്ടാക്കുന്നത്. ഇടയിൽ ചില സ്ലാബ്സ് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ വേറെ വൈറ്റ് കളർ സ്ലാബിന് വെച്ച് കൊടുക്കണം. ജസ്റ്റ് ഒരു ടെക്സ്ചർ ചേഞ്ച് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ടെക്സ്ചർ ചേഞ്ച് വരുമ്പോൾ കാണാൻ കുറച്ചും കൂടെ രസമുണ്ടാവും. അതായത് ഇത് കയറൂ. ഓക്കെ, ഒരു കുറച്ച് പൊങ്ങിയ ലെവലിലാണ് നമ്മൾ അടുത്ത ഫ്ലോർ ചെയ്യുന്നത്. ഈ ലെവലിലേക്ക് വരാനുള്ള സ്റ്റെയർസ് കൂടെ വെച്ച് കൊടുക്കാം. ഓക്കെ, സെറ്റാണ്. കയ്യിൽ
ഓക്കെ, റെഡ് വുഡ് ഉണ്ട്. നമുക്ക് റെഡ് വുഡ് വെച്ചിട്ടാണ് ഇനി നമ്മുടെ മെയിൻ ആ വലിയ ഏരിയ മുഴുവൻ ചെയ്യാൻ പോകുന്നത്. റെഡ് വുഡിൻ്റെ 3 ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ട്. നമുക്ക് പാങ്സ് ആക്കിയിട്ട് കയ്യിലേക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ നോട്ട് നമുക്ക് വാളാക്കി തുടങ്ങാം. കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് ഇത്ര വലിയ സ്ട്രക്ചർ ആക്കി എടുക്കുമ്പോൾ. ആദ്യം തന്നെ ഇത്ര വലിയ സ്ട്രക്ചർ ആക്കണമായിരുന്നാവോ. ഓക്കെ, ഇനി ഈ ലെവലിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർസും കൂടെ. ഇനി ഈ ഭാഗത്തിന് ഞാൻ വാളിന് വിചാരിക്കുന്നത് വൈറ്റ് കളറിൽ എന്തെങ്കിലും ആണ്. കയ്യിൽ മാർബിൾ ബ്ലോക്സ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വാൾ ചെയ്യാം. എത്ര വൈറ്റ് വേണമോ നോക്കട്ടെ. ചെയ്ത് റെഡി ആയിക്കോളൂ. കറക്റ്റ് തന്നെയാണോ? കറക്റ്റ് ആ താഴത്തെ ഭാഗം ചെയ്യുമോ? ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. ഫുള്ള് വൈറ്റായി കാണാൻ രസമുണ്ട്. ഈ ആംഗിളിൽ എത്രമാത്രം ഈ വീട് കാണുന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല, പക്ഷേ എങ്കിൽ രസമുണ്ട്. അതിലൊരു ചെറിയൊരു റൗണ്ട് വിൻഡോ കൊടുക്കാൻ നോക്കിയിട്ട് റൗണ്ടായിട്ടില്ല. കുഴപ്പമില്ല, ഗുഡ് പ്രോഗ്രസ്. ഇനി നമുക്ക് റൂഫ് വെച്ച് തുടങ്ങണം. റൂഫ് വെക്കുന്നതും കുറച്ച് പണിയാണ്. നമുക്ക് അതിന് സപ്പോർട്ട് ബ്ലോക്ക് വെക്കാതെ ചില സമയത്ത് വെക്കാൻ പറ്റുന്നില്ല. ബാക്കിലേക്ക് പോയി ഒരു സപ്പോർട്ട് ബ്ലോക്ക് കൂടെ കൊടുത്താൽ ചിലപ്പോൾ റൂഫ് വെക്കാൻ പറ്റും. ഇതിൽ നിൽക്കത്തില്ല, ഒന്നുകൂടെ വെച്ചോളേണ്ടി വരും. ഓക്കെ, അതിൽ വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ സൈഡിൽ. ഇതെങ്ങനെ വെച്ചാലാണ് ബ്ലേസ് ആവും. ഇവിടെ ഈ എൻഡിലല്ലേ ഇവിടെ? ഓക്കെ, ഇവിടെ നമ്മൾ ഫ്ലാറ്റ് റൂഫ് വെച്ച് കൊടുക്കുകയാണ് ഇതിന് മുകളിലായിട്ട്. ജസ്റ്റ് ഒരു സൈഡിൽ മാത്രം ഒരു സ്ലാൻഡിലൊരു ടൈപ്പ് റൂഫായി എടുക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കാണുന്നില്ല റൂഫിൻ്റെ കളർ, ബട്ട് ലുക്സ് ഗുഡ്. ഓക്കെ, ഈ റൂഫ് കൂടെ നമ്മളായിട്ടുണ്ട്. നമ്മുടെ മെയിൻ റെഡ് പാർട്ടിൻ്റെ റൂഫിൻ്റെ പണി തുടങ്ങണം. ഒരു ബാൺ ടൈപ്പ് റൂഫാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓക്കെ, അടുത്ത സെറ്റ് പ്ലേസ് ചെയ്തു. ഇതിന് മുകളിൽ എങ്ങനെ റൂഫ് പ്ലേസ് ചെയ്യാനാണ്? ഇതിനും വേണ്ടി വരും സപ്പോർട്ട് ബ്ലോക്ക്. സപ്പോർട്ട് ബ്ലോക്ക് ഇല്ലാതെ ഇതിൽ റൂഫ് പ്ലേസ്മെൻറ്റ് കുറച്ച് കഷ്ടമാണ്. അങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പറ്റും. ഇവിടെ ഓക്കെ, നമ്മുടെ റൂഫ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ താഴെയുള്ള അത് സപ്പോർട്ട് എടുത്ത് പൊട്ടിക്കട്ടെ. ഇപ്പോൾ പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ പൊട്ടിക്കൽ കുറച്ചുകൂടെ പണിയാവും. ഓക്കെ, സപ്പോർട്ട് പോയിട്ടുണ്ട്. റൂഫ് ഓക്കെ പോകുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, ഇവിടെ നിന്ന് കാണാൻ വലിയ കുഴപ്പമില്ല. വിൻഡോ ശരിയാക്കേണ്ട സമയമായിട്ടുണ്ട്. ഭയങ്കര ഓഫ് സെൻറ്ററാണത്. ഇപ്പോഴത്തേക്ക് വിൻഡോ ശരിയായി കാണണം. കാരണം ഇപ്പോൾ ഒരു കുറച്ചും കൂടെ സർക്കിളായിട്ടുണ്ടാകും. കൂടാതെ പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് സെൻറ്റേർഡ് ആയിരിക്കും, അകത്തുനിന്ന് ഓഫ് സെൻറ്റേർഡ് ആണെങ്കിൽ കൂടെ.
നമുക്കിതിലും കുറച്ച് ടെക്സ്ചർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇതിൽ വിൻഡോസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരു 5 മിനിറ്റായിട്ട് വിൻഡോസ് പ്ലേസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ നടക്കുന്നില്ല. ഇത് സ്ലാബ്സ് ആയത് കാരണമാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് എവിടെയും പറ്റുന്നില്ല. കാരണം സ്ലാബ്സ് വെച്ച് എവിടെയും നമുക്ക് വിൻഡോസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഫുൾ ബ്ലോക്സ് ആക്കേണ്ടി വരും. ഇത് പൊട്ടിച്ച് ഇതും കൂടെ പൊട്ടിച്ച് ഉടനെ ഫുൾ ബ്ലോക്ക് വെക്കട്ടെ. നമ്മുടെ ഓക്കെ, ബാക്കിലെ സൈഡിലും ഫുൾ ബ്ലോക്ക് വെച്ചാൽ വിൻഡോസ് വെക്കാൻ പറ്റേണ്ടതാണ്. വിൻഡോ കാണാൻ കുഴപ്പമൊന്നുമില്ല. വിൻഡോ വെക്കാൻ പറ്റുന്നുണ്ടോ കേട്ടെ? ഇല്ല. പിന്നെന്താണ് കുഴപ്പം? ഇനി മുകളിലത് മാറ്റണം, മുഴുവനായിട്ട് മാറ്റേണ്ടി വരുമോ? പറ്റുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് പറ്റും. ഓക്കെ, അപ്പോൾ ഫുൾ ബ്ലോക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വിൻഡോസ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ സാധനം എല്ലാ സ്ഥലത്തും ചെയ്യേണ്ടി വരുമല്ലോ. ഡോറ് വെക്കാനും പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതേ സെയിം ഇഷ്യൂ എല്ലാ സ്ഥലത്തും വരും. അതായത് ഹാഫ് സ്ലാബിൽ സാധനം കൊണ്ട് വെക്കലും നടക്കത്തില്ല. അപ്പോൾ ഇവിടുത്തേത് മാറ്റിയിട്ട് ഫുൾ സ്ലാബ് ആക്കേണ്ടി വരും. ഫുൾ ബ്ലോക്ക് ആക്കിയതിന് ശേഷം പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോർ വെച്ച് കൊടുത്തു. ഓക്കെ, കുഴപ്പമില്ല, രസമുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ടെക്സ്ചർ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. പെട്ടെന്നൊരു ബേസ് ടൂർ തരാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുതിരോടി ഇവിടെ 2 ബെഞ്ച് വെച്ചിട്ടുണ്ട്, ഇതിലിരിക്കാം. ഹലോ, ഹൈ. പിന്നെ ഇവിടെ അടുത്ത് താഴെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ചെറിയൊരു ഫാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സീറ്റുണ്ട്. അതല്ലാതെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ആഡ് ചെയ്യാനുണ്ട്. ഡീറ്റെയിൽ ആഡ് ചെയ്യുന്നതോറും കുറേ വിഷ്വൽ ഇൻട്രസ്റ്റ് കൂടി കിട്ടും. ഇനി അകത്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ഥലം. അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, സ്റ്റെയർ കേസ്. ഈ ലൈറ്റ് ഓൺ ആക്കട്ടെ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഇവിടുന്ന് ഒപ്പിച്ചുകൊണ്ടൊന്നും ഒരു ഗോബ്ലെറ്റ് ഓഫ് ഫയർ ഇവിടെ കിടപ്പുണ്ട്. അതുകൂടാതെ അത് മുകളിലൊരു ഷാൻഡ്ലിയർ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പുറത്തേക്ക് പോയാൽ നമ്മുടെ 2 ലെവലിലായിട്ടുള്ള ഡെക്കിലേക്ക് എത്തും. ഇവിടുന്ന് നമുക്ക് മെയിൻ വ്യൂ ഒക്കെ കാണാം. പിന്നെ മെയിനായിട്ട് മുകളിലാണ് സ്കൈലൈറ്റ് പോലുള്ളൊരു സാധനമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മുടെ എല്ലാ ബെഞ്ചസും വെച്ചിട്ടുള്ളത്. എല്ലാ വർക്ക് ബെഞ്ചസും ഇവിടെയുണ്ട്. മെയിനായിട്ട് ആവശ്യമുള്ളതൊക്കെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. കൂടാതെ നമ്മുടെ ഒരു ചെറിയ കിച്ചൺ യൂണിറ്റ്, 2 ഫർണസ്, പിന്നെ ചെറിയൊരു ക്യാമ്പ് ഫയർ. ഇതിനൊക്കെ ആവശ്യമുള്ള ഫ്യൂവൽ വെക്കാൻ വേണ്ടി ഒരു ബോക്സും കൂടെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇപ്പം പ്രത്യേകിച്ച് ഫർണിച്ചറൊന്നുമില്ല, ഒരു ബെഡും ഒരു ചെസ്റ്റും മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റൗണ്ട് വിൻഡോ ആയിട്ട് വരുന്നത്. പിന്നെയുള്ള മെയിൻ ചെസ്റ്റൊക്കെ നമ്മുടെ മുകളിലാണ്. അപ്പോൾ ഇവിടെയാണ് എല്ലാ ചെസ്റ്റസും വെച്ചിട്ടുള്ളത്. എല്ലാ വർക്ക് ബെഞ്ചും ഒരു സ്പെസിഫിക് റേഡിയസിൻ്റെ അകത്തുള്ള ചെസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് മെറ്റീരിയൽസ് വലിക്കുന്നുണ്ട്. എല്ലാ വർക്ക് ബെഞ്ചസിൻ്റെയും നേരെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ചെസ്റ്റസൊക്കെ കൊണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് വലിച്ചോളും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ബേസ്. കഴിഞ്ഞു, വീഡിയോ കഴിഞ്ഞു. ഇനി പൊക്കോ.